കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ കല്ലായി ഇതര സംസ്ഥാന തൊഴിലാളി മൂത്ത സഹോദരനെ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി ലക്ഷ്മി നാരായണനാണ് മരിച്ചത്. സഹോദരൻ കൈലാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 2:30 ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തന്റെ ഭാര്യയുമായി ലക്ഷ്മി നാരായണനുള്ള രഹസ്യബന്ധം കൈലാസ് അറിഞ്ഞതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ എരഞ്ഞിമാവിനടുത്ത് കല്ലായിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായ കൈലാസും ജ്യേഷ്ഠ സഹോദരൻ ലക്ഷ്മി നാരായണനും തമ്മിലുണ്ടായ തർക്കമാണ് ഒരാളുടെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട ലക്ഷ്മി നാരായണൻ കല്ലായിൽ താമസിച്ച് സിമന്റ് ചെടിച്ചട്ടി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നയാളാണ്. സമാനമായ രീതിയിൽ തിരൂരിൽ സിമന്റ് ചെടിച്ചട്ടി നിർമ്മിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു കൊലപാതകം നടത്തിയ സഹോദരൻ കൈലാസ്. കഴിഞ്ഞ ദിവസമാണ് കൈലാസ് ലക്ഷ്മി നാരായണൻ താമസിക്കുന്ന കല്ലായിലെ വീട്ടിലെത്തിയത്. തുടർന്ന് പുലർച്ചെയോടെയാണ് കൊലപാതകം നടത്തിയത്. കൈലാസിന്റെ ഭാര്യയുമായി ലക്ഷ്മി നാരായണന് രഹസ്യബന്ധമുള്ളതറിഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. വഴക്കിനെ തുടർന്ന് ലക്ഷ്മി നാരായണനെ മർദ്ദിച്ച് അവശനാക്കിയ കൈലാസ് തുടർന്ന് തൊട്ടടുത്തുള്ള എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കല്ലായിൽ നിർത്തിയിട്ട ലോറിക്കരികിലേക്ക് ഇയാളെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. തല ലോറിയുടെ ടയറിൽ ഇടിപ്പിച്ചാണ് കൊലപാതകം. പിന്നീട് മൃതദേഹം ലോറിക്കടിയിൽ ഉപേക്ഷിച്ചു. ഇതിനുശേഷം താമരശ്ശേരിയിലുള്ള മറ്റൊരു സഹോദരനായ ശിവനാരായണനെ ഫോണിൽ വിളിച്ച് കുറച്ചാളുകൾ കല്ലായിലെ വീട്ടിലെത്തി തന്നെയും ലക്ഷ്മി നാരായണനെയും ആക്രമിച്ചെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള വീട്ടിലുമെത്തി ഇതുതന്നെ അറിയിച്ചു. ഈ വീട്ടുകാരാണ് അരീക്കോട് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ലക്ഷ്മി നാരായണനെ ഉടൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യം തോന്നി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൈലാസ് കുറ്റം സമ്മതിച്ചത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 മുക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.